കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon co-present ഒന്നൊന്ന് രുചി, co-powered by Gold Winner and Sun Tips. Special partner Amion, dairy partner Paishi Milk Products and our interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന് രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ നമുക്ക് ഇന്നും ഒരു അടിപൊളി ഗസ്റ്റ് ഉണ്ട്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രുതി ലക്ഷ്മിയാണ്. നമുക്ക് ശ്രുതിയെ സ്വാഗതം ചെയ്യാം. ശ്രുതി എന്തോ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ശ്രുതി എടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം. വെൽക്കം ശ്രുതി. ശ്രുതി, താങ്ക് യു സോ മച്ച് നമ്മുടെ ഒന്നൊന്ന് രുചിയിലേക്ക് വന്നതിന് ആദ്യം തന്നെ താങ്ക് യു പറഞ്ഞ് തുടങ്ങാം. ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആക്ച്വലി എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ, എനിക്ക് ഫുഡ് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ പറയുന്ന പോലെ വണ്ണൊക്കെ കൂടുമ്പോൾ ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ, ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്ന ആളല്ല, അറിയാം, മടിയാണ്, ബേസിക് മടിയാണ്. അപ്പോൾ ഞാനത് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ചിക്കൻ മോമോസ്. അയ്യോ, പെട്ടെന്ന് പറഞ്ഞു പോയി. ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസ് പറഞ്ഞു വിട്ടില്ല. അതൊരു ടിബറ്റൻ ഡിഷാണ്, ഡബ്ലിംഗ് ആയിട്ട് എന്താ ചിക്കന്റെ മോമോസ്. അപ്പൊ നമുക്ക് റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ഇതേ ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കൻ വന്നിട്ടുണ്ട്, ക്യാബേജ്, തക്കാളി, കുരുമുളക്, മൈദാമാവ്, വത്തൽമുളക്. അത് ചട്നിക്കായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ചിക്കൻ ആദ്യം വേവിക്കണം. ബോൺലെസ് ചിക്കൻ ആണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ അവിടെ വെളിയിൽ വേവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മൈദ അല്ലേ, മൈദ എന്താ ചെയ്യണ്ടേ? മൈദ പൂരിയുടെ ഒക്കെ ഒരു പാകത്തിന് കുഴക്കാം. മൈദ കുഴക്കുന്നിടയ്ക്ക് കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, പെട്ടെന്ന് ഇതാർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇത് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും കേട്ടോ, ഒരു ദിവസം ഉണ്ടാക്കി തരണം എന്ന്. പക്ഷേ ഇതിന് വരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇത് തുടക്കമാവട്ടെ. ഇനി ഇന്നത്തെ ഇതിപ്പോ ലോകം മുഴുവൻ അറിയും. കുറച്ച് ഉപ്പ് വേണം. ഉപ്പിട്ടോളി. കുറച്ച് ഇത് മതിയില്ല. വെള്ളം. അപ്പൊ ഈ അഭിനയമൊക്കെ നമുക്കറിയാം. വീട്ടില് കുറെ കലാകാരൻ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. ആരൊക്കെയാണ്? അമ്മയാണ് ആദ്യം. ഫസ്റ്റ് പപ്പയ്ക്ക് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ അമ്മ, ഞങ്ങൾ കണ്ണൂർ ഗാന്ധാര എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പം അമ്മ അത് കഴിഞ്ഞിട്ട് അമ്മേനെ കുറിച്ച് ഏതോ റൈറ്റപ്പ് പണ്ട് നാനയിലെന്തോ വന്നു. അങ്ങനെയാണ് അമ്മ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്നത്, മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ വൈഫായിട്ട്. പിന്നെ ആ സമയത്ത് അമ്മ കുറേ മൂവീസൊക്കെ ചെയ്തു. അപ്പം ഞാൻ സാധാരണ അന്നൊക്കെ ഷൂട്ടൊക്കെ നടക്കുക തിരുവനന്തപുരം, എറണാകുളം അവിടേക്കാണല്ലോ. അപ്പം അമ്മയുടെ ഒരു സീരിയലിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, അങ്കപ്പുറപ്പാടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കാസർഗോഡ് നടക്കുമായിരുന്നു. അപ്പം ഞാൻ 4ാം ക്ലാസ്സിലെന്തോ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷൂട്ട് കാണാൻ പോയപ്പം അവിടെ ഒരു ഗോവർദ്ധൻ എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അഭിനയിക്കുമെന്നൊക്കെ ചോദിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു രണ്ട് പല്ലൊക്കെ പോയി, കുഞ്ഞതല്ലേ, പല്ലൊക്കെ പോയിട്ടിരിക്കുക, അഭിനയിക്കാനൊക്കെ ഇഷ്ടം എന്നൊക്കെ ചെറുത് വെറുതെ വായിത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8 മാസം കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ഒരു കോള് വന്നു. മോള് അഭിനയിക്കും, ഇങ്ങനെ ഷാജിയം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സീരിയൽ ഉണ്ട്, നിഴലുകൾ എന്ന് പറഞ്ഞിട്ട്. നിഴലുകൾ ഹൊറർ സീരിയൽ. അതിനകത്ത് എന്തായിരുന്നു? അതിനകത്ത് കുട്ടിപ്രേതം. ഞാൻ കണ്ട സീരിയലാണ്. പാട്ടും എനിക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് മുകിലയും 2000. പിന്നെ വർണ്ണക്കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടൻ്റെ ഒരു മൂവിയില് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അംബികയുടെയും എൻ്റെ ഫർഗീസ് അങ്കിളിൻ്റെ മോളായിട്ട്. ഇങ്ങനെ ആ സമയത്തൊക്കെ കുറേ മൂവീസൊക്കെ ചെയ്ത്. പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കര പാടായിരുന്നു കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്കൊക്കെ വരിക. വെച്ചാൽ ഞാനിപ്പോഴും ഓർക്കും. ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ആ വർണ്ണക്കാഴ്ചകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞാവയ്ക്കേണ്ട ആ സമയമാണ്. അപ്പം നമുക്ക് കൗതുകമല്ലേ, ഷൂട്ടെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും വലിയ അതിന് സീരിയസ്നെസ് ഒന്നും അറിയത്തില്ലല്ലോ.
അപ്പോൾ ആ സമയത്തും ഇൻ്റർവ്യൂസ് ഒക്കെ വരുമ്പം ചോദിക്കായിരുന്നു വലുതാകുമ്പോൾ ആരുടെ നായികയായിട്ട് അഭിനയിക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറയും എനിക്കിങ്ങനെ ദിലീപേട്ടൻ അന്നങ്ങനെ പറയായിരുന്നു. ഭാഗ്യംപോലെ +2 കഴിഞ്ഞ സമയത്താണ് ഈ റോമിയോയുടെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ ഒരു ഈ ഒരു കട്ടിയിൽ വേണം. യെസ്, നമ്മൾ പൂരിക്കൊക്കെ കുഴക്കേണ്ട രീതിയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പരത്താനുള്ള സെറ്റ് അല്ല, നമ്മുടെ ചിക്കൻ വെന്തോണ്ടിരിക്കുകയായിരിക്കും. ചിക്കനെ വിളിക്കാം. പറഞ്ഞ പോലെ ചിക്കൻ വേവിച്ച് ബോൺലെസ് ആക്കി നല്ല കീമ പോലാക്കി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ്. സാധാരണ ഇത് ചോപ്പ് ചെയ്തൊക്കെ എടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ വഴിയിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാനകത്ത് അവരുടെ സ്പൈസസ് ആഡ് ചെയ്യാം. ആ സമയത്ത് മൈദയും കുഴച്ചതേ നമ്മുടെ പൂരിയുടെ അതേ ഷേപ്പിൽ പുള്ളിക്കാരത്തി ഇത്രയും ഇതിന്റെ മസാല ഇടാം. എന്നിട്ട് ഇനി ചട്നി ഉണ്ടാക്കണം. ഫസ്റ്റ് ചിക്കൻ ഇത് വെറുതെ തിന്നാൻ തന്നെ. ഇതിന് ഞാൻ മിക്സ് ആയി കഴിഞ്ഞിട്ട് അത് വെറുതെ തിന്നാൻ. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയല്ലോ. അപ്പം ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഷെഫ് എന്നോട് മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ ചോദിച്ച പോലെ ചോദിക്കും, പോരുന്ന അതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് തലക്കിട്ട് അടിയണമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഇനി ഇതെല്ലാം എന്താന്നറിയാം, സമം എന്നാണ്. ചിക്കൻ്റെ അത്രയും. ഇനി വേണ്ടത് ക്യാബേജ് ആണ്. ക്യാബേജ് ഇതിന്റെ മെയിൻ ആയിട്ടാട്ടോ. ക്യാബേജ് ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞതാണ്. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾക്ക് മിക്സ് ചെയ്തു. എത്ര ഉപ്പ് മതി? പിന്നെ ഇതിന് മെയിൻ വേണ്ടുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിലാണ് ഇങ്ങനെ കുഴയണത്. നമ്മൾ വെള്ളമൊന്നുമല്ല ഒഴിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ നല്ല ആ ഒരു ഇതിലാണ് ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കും. നമ്മളൊരു കാര്യം ഇടാൻ മറന്നുപോയി, പെപ്പർ വേണം. പെപ്പർ. ഇതിന് നമ്മൾ വേറെ പച്ചമുളകോ ഒന്നും ഇടുന്നില്ല. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പെപ്പറാണ്. പെപ്പറിന്റെ ഒരു എരിവാണ് നമ്മൾ മെയിൻലി. മതി, നമുക്ക് നോക്കാം. ഇത് അടിപൊളിയായിട്ട് നമുക്കെന്താ ഇതിലൂടെ അങ്ങ് നമുക്ക് മാറ്റിയാലോ. ഷെഫ് ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ, അപ്പോഴാണ് നമുക്ക് ഇതിൽ ഉപ്പും പെപ്പറൊക്കെ അറിയാൻ പറ്റുന്നത്. ശരിയാണ്. ബ്ലാക്ക് പെപ്പർ നല്ല വൈറ്റ് ചിക്കനകത്ത് ഒരു സലാഡ് കഴിക്കുന്ന അതേ ഭാവം. അതിനകത്ത് നോർമലായിട്ട് എണ്ണയുണ്ട്, ഉള്ളിയുണ്ട്. ആ ക്യാബേജിൻ്റെ ബൈറ്റ് പച്ചയ്ക്ക് നമ്മൾ ആ ക്യാബേജ് കഴിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഗുഡ് ഹെൽത്തി സാലഡാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്തത് ഇതിൽ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തോ. ഷെഫിനൊന്ന് സഹായിക്കണം. ഷെഫ് ഇത് അപ്പം നമ്മളിങ്ങനെ ഇതാണ്ടോ കൈ വെച്ചു. ഒരാള് തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് കൂടുതലാക്കായിരുന്നു അല്ലേ. പിന്നെ ഇതിപ്പോ ഞാൻ തന്നെ തിന്നു തീർക്കും. ഇവരൊക്കെ എന്തോ അടുത്ത ചട്നി ആവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ചട്നി ഉണ്ടാക്കാം. ചട്നി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആട്ടോ. അതിന് വേണ്ടുന്നത്, ചട്നിക്ക് വേണ്ടുന്നത് ടൊമാറ്റോ, പിന്നെ വറ്റൽമുളക്, ഇത്ര സാധനങ്ങൾ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ഒന്ന് സോട്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നു. അപ്പൊ നമുക്ക് ചെയ്യാം. പൊട്ടപ്പൊട്ടേന്നത് നമ്മൾ
ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ല. നമുക്കത് പൊക്കി നോക്കേണ്ട സമയമായോ? ഷെഫ് പറഞ്ഞ സമയം ആവട്ടെ, ഒരിച്ചിരി സമയം ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പത്തേന് ഇത് ഈ പോയ ഈ സ്ഥലങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഞാൻ US-ൽ ഒരു 4 വട്ടം പോയിട്ടുണ്ട്. 4 വട്ടം പോയിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയ, പിന്നെ ഗൾഫ് കൺട്രീസ് ഓൾമോസ്റ്റ്, പിന്നെ മലേഷ്യ, സിംഗപ്പൂർ, ബാങ്കോക്ക്. പോയ രാജ്യങ്ങളിൽ ഏറ്റവും ഇന്ത്യ അല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പെട്ടെന്ന് പറയണം. US-ൽ ന്യൂയോർക്ക് ഇഷ്ടമാണ്. ബാക്കി എല്ലാം ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര അടിച്ചുപൊളി സ്ഥലങ്ങളാണ് ഇഷ്ടം. എനിക്ക് സിറ്റി ലൈഫാണ് എനിക്ക്. വന്നോണ്ട് നമ്മൾ ഈ റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിച്ചിട്ട് സിറ്റി, കാരണം എനിക്കത് ഭയങ്കര, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സാധാരണ ഈ ബഹളങ്ങളുടെ ഇടയിലേക്ക് ആൾക്കാർക്ക് പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല. എന്നെ ബഹളത്തിന്റെ ഇടയ്ക്ക് പിടിച്ചിടും, അതാണ് എനിക്കിഷ്ടം. എനിക്ക് അല്ലാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം എനിക്ക് ഇഷ്ടം. തൃശ്ശൂർ പൂർ പിന്നെ പിന്നെ അപ്പൊ നമ്മള് തക്കാളിയും ഇത് ഏകദേശം വഴണ്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കാം. വെള്ളം ഒഴിക്കണോ? വേണ്ട, ഒന്ന് ഇത്തിരി വെള്ളം, ഒരു ചാറ് പോലെ ഇതാക്കുന്നതിന്. ചട്നിയാവും, മോമോയും റെഡിയാവും. ഷെഫ് ഇതൊന്ന് പേസ്റ്റ് ആക്കി തരൂ. നമ്മുടെ ചട്നി അരച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ മോമോ റെഡിയാണ്. വേണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കൂ എന്നൊക്കെ പറഞ്ഞ കാരണം ഒന്ന് പൊക്കി നോക്കാം. എന്തായി നീ നോക്കാണ് ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവാനുണ്ട്. കുക്കായി ആക്ച്വലി. ചട്നി ശരിയായിട്ടുണ്ട്. ഇത് വെറും ടൊമാറ്റോ ആയിട്ട് നമ്മുടെ ബേൺ ചില്ലിയാണ്. ശരിക്കും പറഞ്ഞാൽ ചില്ലി ബേൺ ചെയ്ത് നമ്മൾ ശരിക്കും ചുട്ടെടുക്കുന്നതിന് പകരമായിട്ടാണ് ആ പാനിൽ അധികം എണ്ണയൊന്നും ഇല്ലാതെ എടുക്കുന്നത്. അപ്പോൾ ആ ചില്ലി വത്തലമുളക് അങ്ങനെ ആ ചുട്ടതിൻ്റെ ഫ്ലേവർ, ആ സ്പൈസിയും തക്കാളിയുടെ പുളിയും കൂടെ ചേരുമ്പം ഈ ഇനി നീ കാത്തിരിക്കാൻ വയ്യ. നമ്മളങ്ങനെ മോമോ ആ സ്റ്റീം ആവിക്കകത്ത് ഉൾപ്പെടെ ആ ചിക്കന്റെയും കോളിഫ്ലവറിന്റെയും മണം, ആ ക്യാബേജ്, സോറി, കോഴിയും ക്യാബേജ് നല്ല മണം. ശരി, നമ്മുടെ പ്ലേറ്റിൽ വെച്ചു. ഇത് ഏറ്റവും എടുക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഭയങ്കര നൈസ് ആയിട്ടുള്ള ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ടാവും. പൊട്ടൂല. ഇത് നല്ല കറക്റ്റ് ആയിട്ട് ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയാലും പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ വെച്ച കാരണം ഇത് ഒന്നും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തിരിയില്ല മറിയില്ല, അത്ര സുഹൃത്താണ്. എന്റെ മോമോസിന് മറിച്ചിട്ടല്ലേ നേരെ വെച്ചു. വളരെ സ്മൂത്ത് ആയിട്ട് ഇറങ്ങി വരുന്നണ്ട. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് പുള്ളിക്കാരി, പക്ഷെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വേണമെങ്കിൽ ഒരു മോമോ ഓൺലൈൻ ഷോപ്പോടെ തുടങ്ങിയോ. അതെ, ചട്നിയൊക്കെ വെച്ച് നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അതെ, അതിനകത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നല്ല ചട്നി വെച്ച് പ്ലേറ്റ് ചെയ്ത് സെൻറ്ററിൽ ഇങ്ങനെ ഒരു ചട്നിയൊക്കെ വെച്ച് അതിൻ്റെ കൂടെ ഇത് ഈ മോമോസ് ഇങ്ങനെ എടുക്കുക. ഈ ചട്നിയിൽ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യുക ഒരു സൈഡിൽ, എന്നിട്ട് നമ്മളിത് ഇങ്ങനെ എടുത്ത് കാത്തിരിക്കുകയാണ്. എക്സാം എഴുതിയപ്പോൾ ലീവിന്റെ ടെൻഷൻ ഇല്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ക്യാബേജാണ്. ക്യാബേജിനകത്തൊരു അമേസിങ് ജോബ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ക്യാബേജ് പച്ചക്കാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ആവിക്കകത്ത് ഇത് പുഴുങ്ങിയ ചിക്കൻ്റെ കൂടെ സ്പൈസോട്ട് ആഡ് ചെയ്യുമ്പം നമുക്കെല്ലാം ഗംഭീരമായിട്ട് വരും. വേണമെങ്കിൽ പറഞ്ഞാൽ കഴിച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ലേ, എന്തൊന്ന് കഴിച്ചോട്ടെ. അതിന് കഴിച്ചാൽ വെരി നൈസ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ അടുത്ത് നല്ല കഥകൾ പറഞ്ഞു, അടിപൊളി ഒരു വിഭവം ഉണ്ടാക്കി തന്നു. പോകുന്നതിന് മുമ്പ് നമ്മളൊരു ഗിഫ്റ്റ് തന്നേ വിടുള്ളൂ. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നോൾട്ടയുടെ ഒരു പ്രീമിയം കുക്ക് വെയർ ആണ്. ഇത് നേരെ കൊണ്ടുപോയി ഒന്നി അമ്മയ്ക്ക് കൊടുക്കുക, അല്ല അമ്മായിമ്മയ്ക്ക് കൊടുക്കുക. എവിടെ നിൽക്കുന്നത് അവിടെ. അത് കൂടാണ്ട് ഡെവോൺ ഫുഡ്സിന്റെ സ്പെഷ്യൽ കറി സ്പൈസസും മസാലാസുമാണ്. സോ മച്ച്. അത് ചേച്ചിക്കാണ് കേട്ടോ. ഇത് ചേച്ചിക്കാണ്. ഇത് അമിയോന്റെ ഒരു ബ്രെഡ് ടോസ്റ്റർ ആണ്. ഇത് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തപ്പോ നമുക്ക് ബ്രെഡും ബട്ടറും ജാമും ഇരുന്ന് കഴിക്കാലോ. അപ്പൊ അതിന് താങ്ക് യു സോ മച്ച്. പുതിയ വർഷം അടിപൊളിയായിട്ട് വരട്ടെ. എല്ലാവിധ ആശംസകളും നമ്മുടെ പ്രേക്ഷകരോട് ഒരു താങ്ക് യു പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് സി കേരളം ഭയങ്കര സ്പെഷ്യലാണ്. കാരണം സിയുടെ ലോഞ്ച് മുതൽ ഞങ്ങൾ DKD എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ മുതൽ നമ്മൾ സിയിലുണ്ട്. അപ്പം സിയിലൊരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ പിന്നെ ഇവിടെ വന്നുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ.
കേട്ടോ. ഷെഫ് ഭയങ്കര രസമാണ്, ഭയങ്കര എന്താ പറയുക, നല്ല ഒരുപാട് സന്തോഷം ഷെഫിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിൽ. അപ്പം ഇവിടെ ഉണ്ടാക്കുന്ന ഡിഷസ് ഒക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം, അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കടുക്, മഷ്റൂം ഗ്രില്ല് ചെയ്യാനായിട്ടൊരു പാനിൽ നമുക്ക് ലേശം എണ്ണ ഒഴിച്ച് വയ്ക്കാം. മസാല ഇവിടെ റെഡി ആകുമ്പോഴത്തേക്ക് മഷ്റൂം ഇവിടെ ഗ്രില്ല് ചെയ്യുന്നു. അതിനുശേഷം ഗ്രില്ല് ചെയ്ത മഷ്റൂം ഈ സോസിനകത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് ഈ റെസിപ്പി. അപ്പം ഫസ്റ്റ് ഇട്ടു കുറച്ച് അതിനോടൊപ്പം കുറച്ച് സവാള ഉള്ളി, എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പാൻ നല്ല ചൂടായി. പാൻ നല്ല ചൂടാകുമ്പോൾ നമ്മൾ ആ മറിനേറ്റ് ചെയ്ത മഷ്റൂം ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യാനിട്ടുള്ളതാണ്. ഉള്ളി നന്നായിട്ട് വാടുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ സ്പൂൺ അത് ചോപ്പ് ചെയ്ത്, ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് ജിഞ്ചർ ഗാർലിക് ആക്കാം. അതിലേക്ക് ലേശം കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് രണ്ടും ഇവിടെ സെപ്പറേറ്റായിട്ട് ആയും. അതേപോലെ തന്നെ നല്ല റോസ്റ്റ് മസാലയുടെ പരുവത്തിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ ചൂടിൽ ഇതെല്ലാം കൂടെ ആയിട്ട് ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഉള്ളി, തക്കാളി, അതുപോലെ മസാല പൗഡർ എല്ലാം
ആ റോസ്റ്റുമായി അതിൻ്റെ ജലാംശമൊക്കെ മാറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റോസ്റ്റായിട്ട് ഇനിയിപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഇതിൻ്റെ ഗ്രേവി, നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആ വെള്ളത്തിൽ നന്നായിട്ട് കുക്കായിട്ട് തിക്കാവുമ്പോഴാണ് ഈ മഷ്റൂം ആഡ് ചെയ്യേണ്ടത്. കറിയുടെ ആവശ്യാനുസരണം ഉപ്പ് വെക്കും. ഗ്രേവി നല്ല സ്മൂത്തി സോസ്, ഇതൊക്കെ ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പാർ ചമ്മന്തിയൊക്കെ മാറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു വെറൈറ്റി ആണെങ്കിൽ മഷ്റൂം ഇതുപോലെ മഷ്റൂമിൻ്റെ കൂടെ കോളിഫ്ലവറും അല്ലെ ബ്രോക്കലിയൊക്കെ ഇതേ രീതിയിൽ ഗ്രില്ല് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നല്ല റോസ്റ്റ് മാർക്ക് വന്നു, ഗ്രിൽ മാർക്കായിട്ടുണ്ട്, മഷ്റൂം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നല്ല ക്രിസ്പിയാണ്, ഒരു സൈഡൊക്കെ നല്ല, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഉപ്പും കുരുമുളകും ഇട്ട് ഗ്രില്ല് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മഷ്റൂമൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ സോസും റെഡിയായി. ഈ സോസിലേക്ക് മഷ്റൂം ഇടുന്നു.